അപ്പോൾ ഇതേപോലെ നമ്മൾ ചീനിയൊക്കെ മേടിക്കുമ്പോഴത്തേനും തോനെ ചീനി മേടിച്ചാൽ കിടന്ന് ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അത് ചീനി മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല മുങ്ങി നിൽക്കണം ചീനി. എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ആകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനടുത്ത് പുറത്ത് വയ്ക്കുമ്പം തന്നെ ഐസൊക്കെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ ചീനി പോലെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ചീത്തയാകാതെ ചീനി സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ചീനിയൊക്കെ മേടിക്കുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ റെഡിയാക്കി ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അടച്ച് ഇതേപോലെ വെച്ചാൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ചീനിയൊക്കെ മേടിക്കുമ്പോഴത്തേനും തോനെ ചീനി മേടിച്ചാൽ കിടന്ന് ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അത് ചീനി മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല മുങ്ങി നിൽക്കണം ചീനി. എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ആകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനടുത്ത് പുറത്ത് വയ്ക്കുമ്പം തന്നെ ഐസൊക്കെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ ചീനി പോലെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ചീത്തയാകാതെ ചീനി സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ചീനിയൊക്കെ മേടിക്കുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ റെഡിയാക്കി ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അടച്ച് ഇതേപോലെ വെച്ചാൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല.